ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്കൊരു മിനി വ്ളോഗാണ് കേട്ടോ. ഞാൻ ചെറിയൊരു ഷോപ്പിങ്ങിനൊക്കെ പോണൊരു ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ എണീറ്റിട്ടുള്ള ഇപ്പോഴത്തെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ പ്ലാനർ കറക്റ്റായിട്ട് എഴുതാമെന്നുള്ളതാണ് കേട്ടോ. അതാണ് ഞാൻ പുതിയ വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. പ്ലാനർ നന്നായിട്ട് ചെയ്തു, റെഡിയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്നൊരു ഷോപ്പിങ്ങിന് പോകണേണ്. വേറെ എവിടെയല്ല, സ്റ്റുഡിയോയിലാണ്. നമ്മുടെ തോമ്പടി ഹാൾട്ടിൻ്റെ അവിടെ സ്റ്റുഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിച്ച് പർച്ചേസ് ചെയ്തതിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന് മുന്നേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇത് ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് തൊട്ടടുത്തുള്ളതുകൊണ്ട് അവിടെ പോയതിൻ്റെ ഒരു വ്ളോഗായിട്ട് തന്നെയാണ്. നമ്മൾ ആദ്യം ചെന്നപാടെ ഒരു അവക്കാഡോ ഷേക്ക് കുടിച്ചു. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച അത്രയും ടേസ്റ്റ് ആയില്ല. കാരണം അതിന് സിറപ്പും പിന്നെ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ചേർത്തുകൊണ്ട് വേറൊരു ഫ്ലേവർ, അതെനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും പോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റുഡിയോയുടെ ഉള്ളിൽ കയറി. ചില ക്ലിപ്പിങ്ങൊന്നും എടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 കുർത്തയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഏതാണെന്ന്. കുർത്ത എടുത്തിട്ടുണ്ടായി. പിന്നെ കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സാണ് കൂടുതലും വാങ്ങിച്ചേക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ ഓൾറെഡി ഒരു ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെത് ഞാൻ കൊടുത്തേക്കാം, ഐക്കാർട്ടിൽ കൊടുക്കാം മേളിൽ. അപ്പോൾ നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം ഡയറക്റ്റ്. അപ്പോൾ കുറച്ച് അധികം സാധനങ്ങൾ വാങ്ങിച്ചു. നല്ല ഇവിടുത്തെ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് പിന്നെയും കൊള്ളാം കേട്ടോ. മറ്റേ ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് അത്ര പോരാ, കാരണം അത് ഒട്ടും ലാസ്റ്റ് ചെയ്യില്ല. ലിക്വിഡ് ലിപ്സ്റ്റിക്ക് കംഫർട്ടബിളാണ്, പിന്നെ കുറച്ച് നേരമെങ്കിലും ലാസ്റ്റ് ചെയ്യും. ഓയിലി ഫുഡൊക്കെ കഴിക്കുമ്പോൾ അതെന്തായാലും പോകും, എന്നാലും കുറച്ച് നേരത്തേക്കെങ്കിലും നിൽക്കും. ഡ്രൈയിങ് അല്ല ഒട്ടും, അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. കാരണം എൻ്റെ ലിപ്സ് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ലിപ്സാണ്. എനിക്കത് ലിക്വിഡ് ലിപ്സ്റ്റിക്ക് അങ്ങനെ പറ്റാത്തതാണ്. പക്ഷേ ഇത് കുഴപ്പമില്ല. പിന്നെ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ, ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു KR ബേക്കറിയുടെ മേളിൽ അവരുടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. നല്ല റെസ്റ്റോറൻ്റ് ആയിരുന്നു. നല്ല ആംബിയൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ലക്ഷറി ഫീലുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ. പിന്നെ ഇതിൻ്റെ ഏരിയയൊക്കെ വന്നിട്ട് നമുക്ക് നല്ലൊരു ലക്ഷറി ഫീൽ തരുന്ന പോലെ തന്നെ നമുക്ക് ഡേറ്റിങ്ങിന് പോകാനോ അങ്ങനെ എന്തെങ്കിലും ഡിന്നർ പോകാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ഏരിയയാണ്. ഇതിൻ്റെ വ്യൂ അതാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിച്ചത് പ്രോൺസ് ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. എന്തായാലും ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞു. നമ്മൾ ജസ്റ്റ് വാക്ക് വേയിൽ പോയിട്ടിരുന്നു, സൈഡിൽ തന്നെ. നല്ല രസമുണ്ട് അവിടെ ഇരിക്കാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോന്നു കേട്ടോ. ഞാൻ വീട്ടിൽ വന്നിട്ട് ചായ കുടിച്ചു, റിലാക്സ് ചെയ്ത് അങ്ങനെ ഇരുന്നു. ഇതായിരുന്നു ഇന്നത്തെ ഒരു ദിവസം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.